നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന, നിങ്ങൾ തീരുമാനമെടുക്കുന്ന, നിങ്ങളുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഏത്? കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് 1 വീക്ക് അല്ലേ? അതുപോലെ ഫസ്റ്റ് 1 വീക്ക്, അതുപോലെ 2 വീക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് 1 മന്ത്, 1 ഇയർ. ഈ 5 പ്രോസസ്സുകൾ വളരെ പ്രധാനമാണ്. ഫസ്റ്റ് 1 വീക്ക്, 2 വീക്ക്, 1 മന്ത്, 2 മന്ത്, 1 ഇയർ. ഈ 5 ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഘട്ടമാണ് ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ ആഴ്ച നിങ്ങളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ തന്നെ നിങ്ങള് പിന്നെ വീടിന്റെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചൂലൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വീടൊക്കെ, നിങ്ങൾ അതുവരെ 18 വയസ്സായാലും 19 വയസ്സ് വരെ നിങ്ങൾ പഠന പ്രക്രിയയിലായിരുന്നു. വീട് മുറ്റമടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും സാധാരണ ഉണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. വീട് മുറ്റമടിക്കലൊക്കെ വേറെ ആരോ ആയിരുന്നു, ഉമ്മയായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നിങ്ങള് ഈ വീട് പിന്നെ ആദ്യമായിട്ട് ചൂലെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ പ്രധാനമായിട്ട് വീടായിരുന്ന സമയത്ത് എന്നും രാവിലെ പിന്നെ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോകും. പഠനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാവും തിരിച്ചു വരാൻ. പിന്നെ കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ക്ലീനിങ് പ്രോസസ്സുകളിലൊക്കെ ഒന്നും കോൺഷ്യസ് ആവാറുണ്ടായിരുന്നില്ല, പഠന കാര്യങ്ങളിലായിരുന്നു കോൺഷ്യസ് ആയിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് എങ്ങോട്ട് വരുന്നത്? പുതിയ ഒരു രീതിയിലേക്ക് വരുന്നത് അല്ലേ? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലപ്പോ നമ്മൾ വീട് മുറ്റമടിച്ചു വാരുന്ന സമയത്ത് കുറെ മിസ്റ്റേക്കുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ആ മിസ്റ്റേക്കുകൾ സംഭവിച്ചപ്പോൾ നമ്മുടെ മദറിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഉമ്മ പറയാണ്, നീ എന്താ മോളെ 19 വയസ്സായില്ലേ, അല്ലെ 20 വയസ്സായില്ലേ, അല്ലെ 22 വയസ്സായില്ലേ, നീ ഇപ്പോഴും അടിച്ചു വാരാന് തീരെ പിന്നെ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? ആദ്യത്തെ അനുഭവമാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം വരും അല്ലെ? രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ നിങ്ങൾ മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് ചൂലെടുക്കുന്ന സമയത്ത് 1-മത്തെ ദിവസത്തെ ഓർമ്മകൾ നിങ്ങളെ ബാധിക്കൂലേ? അങ്ങനെ ബാധിച്ചു എന്ന് മാത്രമല്ല, 2-മത്തെ ദിവസം നിങ്ങൾ ഒരു വിധമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പയും പൂർണ്ണമാവാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത്, അമ്മായിമ്മ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മദറില്ല നോക്കുന്ന സമയത്ത് ചില ഭാഗത്തൊക്കെ ഈ അടിച്ചു വാരിയതിന്റെ വേസ്റ്റുകൾ ക്ലീൻ ആയി കിടപ്പില്ല. നമ്മുടെ ഭാഷ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലത് ഓക്കെയാണ്. പക്ഷേ ഹസ്ബൻഡിന്റെ ഉമ്മയുടെ ഭാഷയിൽ അത് ക്ലീൻ ആയിട്ടില്ല. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് ഡേയിലും പറയും, മോളെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലോണം അടിച്ചു വരണം കേട്ടോ, ഇനിയിപ്പോ വലിയ ആളാണ്, ഇവിടുത്തെ ഒരു മരുമകളാണ്, നീ നല്ലോണം ശ്രദ്ധിക്കണം. 2-മത്തെ ദിവസം ഇതുപോലെയുള്ള കമന്റാണ് കിട്ടിയത്. 3-മത്തെ ദിവസം സ്വാഭാവികമായിട്ടും അടിച്ചു വാരുക എന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. സ്വാഭാവികമായിട്ടും നമുക്ക് ആ അടിച്ചു വാരുക എന്ന പ്രോസസ്സിനോട് തന്നെ ഇഷ്ടമില്ലായ്മ രൂപപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? ആദ്യത്തെ അനുഭവങ്ങളല്ലേ? ഇതേപോലെ തന്നെയാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അനുഭവമെങ്കിലോ? കല്യാണം കഴിഞ്ഞു, വീട്ടിലേക്ക് വന്നു, ആദ്യത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരാൻ വേണ്ടി അടിച്ചു വാരി ഒക്കെ കഴിഞ്ഞ സമയത്ത് അമ്മായിമ്മ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ അടിച്ചു വാരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം നീ ഇതുവരെ ഇത്രയും കാലം പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ലേ, നീ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, മോളെ അടിക്കേണ്ടില്ലായിരുന്നു, ഞാൻ അടിക്കുമായിരുന്നു എന്നൊരു വാക്കാണ് 1-മത്തെ ദിവസം വന്നതെങ്കിൽ, 2-മത്തെ ദിവസം ചൂലെടുക്കാൻ വേണ്ടി അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? താല്പര്യം ഉണ്ടാവില്ലേ? കുറച്ചുകൂടെ ആക്റ്റീവ് ആവില്ലേ? 2-മത്തെ ദിവസവും നിങ്ങൾ ചൂലെടുത്ത് അടിച്ചു വാരി. അപ്പൊ അതിലുള്ള ക്വാളിറ്റീസുകളൊക്കെ ഭാര്യ ഇങ്ങനെ, ഉമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ നീ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം നീ ചെയ്തിട്ടുണ്ട്, മാഷാ അല്ലാഹ് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് പറയുക അല്ലെ? ഉമ്മ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് 3-മത്തെ ദിവസം ചൂലെടുക്കുന്ന പ്രോസസ്സ് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ പഠന പ്രക്രിയയും. പഠന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലുള്ള നഴ്സറി കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. നഴ്സറി കാലഘട്ടത്തിൽ കുട്ടികളെ നിർബന്ധപൂർവം നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ കുറ്റപ്പെടുത്തിയിട്ടോ